ഹലോ, വെൽക്കം ടു കുക്ക് വിത്ത് റിനി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്മൂത്തി റെസിപ്പി ആയിട്ടാണ്. ആപ്പിൾ ബനാന ഓട്സ് സ്മൂത്തി. ഇൻഗ്രീഡിയൻസ് കേട്ടപ്പോൾ തന്നെ മനസ്സിലായല്ലോ, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്മൂത്തിയാണ്. അതോടൊപ്പം തന്നെ നല്ല ഫില്ലിംഗ് ആയിട്ടുള്ള ഒരു സ്മൂത്തിയാണ്. ഇത് കുടിച്ചു കഴിഞ്ഞാൽ കുറേ നേരത്തേക്ക് നമുക്ക് വിശക്കത്തേയില്ല, നല്ല ഹെവി ആയിട്ടിരിക്കും നമ്മൾ. അതുകൊണ്ട് തന്നെ സമയമില്ലാത്തവർക്കൊക്കെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. അതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ: ഒരാപ്പിൾ ഞാനിവിടെ കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പഴം. പിന്നെ വേണ്ടത് ഓട്സാണ്. ഒരു 2 ടേബിൾ സ്പൂൺ ഓട്സ്. ഞാനിപ്പോൾ ഇവിടെ ക്വേക്കറിൻ്റെ വൈറ്റ് ഓട്സ് ആണ് എടുത്തു വെച്ചിരിക്കുന്നത്. പിന്നെ വേണ്ടിയത് ഒരു ടേബിൾ സ്പൂൺ ഹണി. ഇത് ഓപ്ഷണലാണ്, കാരണം ഈ ആപ്പിളിൽ നിന്നും ബനാനയിൽ നിന്നും നാച്ചുറൽ ആയിട്ടുള്ള കുറച്ച് മധുരം ഉണ്ടാവും. അത് മതിയെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഹണി ചേർക്കണ്ട. അല്ല, ഒരു കുറച്ചുകൂടെ മധുരം വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ 1 ടേബിൾ സ്പൂൺ ഹണിയും കൂടെ ചേർക്കാം. പിന്നെ വേണ്ടത് ഒരു 1/2 കപ്പ് പാല്. ഇപ്പം ഞാനിവിടെ പാസ്ചറൈസ്ഡ് മിൽക്കാണ്, അപ്പോൾ അതുകൊണ്ട് ഡയറക്റ്റായിട്ട് അത് യൂസ് ചെയ്തിരിക്കുന്നതാണ്. കുറച്ചൊരു തണുത്ത പാലാണ്. ഇനി നാട്ടിലൊക്കെ കിട്ടുന്ന പാക്കറ്റ് പാലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് തിളപ്പിച്ചിട്ട് ഇത്തിരി നേരം ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചാലും മതി. ഇനി ഇത് ഉണ്ടാക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള പ്രൊസീജിയറാണ്. ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ ആദ്യം നമുക്ക് ഈ ബനാനയും ആപ്പിളും ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ഇതാ, നമ്മുടെ ആപ്പിളും പഴവും എല്ലാം ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടുണ്ട്. ഇനി ഇതൊരു ബ്ലെൻഡറിൻ്റെ ജാറിലേക്ക് ചേർത്ത് നമുക്കൊന്ന് അടിച്ചെടുക്കാം. ആദ്യം ബനാന, പിന്നെ ആപ്പിള്, പിന്നെ വേണ്ടിയത് 2 ടേബിൾ സ്പൂൺ ഓട്സ്. ഒരു ടേബിൾ സ്പൂൺ തേൻ, പിന്നെ 1/2 കപ്പ് പാല്. ഇതെല്ലാം കൂടെ നല്ലപോലെ നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇതാ, നമ്മുടെ സ്മൂത്തി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഒരു ഗ്ലാസ്സിലേക്ക് പകർത്താം. നല്ല ഫില്ലിംഗ് ആയിട്ടുള്ള സ്മൂത്തിയാണ്. എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം. ഇഷ്ടമാവും എന്താണെങ്കിലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. അപ്പോൾ ഇനി വേറൊരു റെസിപ്പി ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ. താങ്ക് യു.